എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ മിക്ക രാജ്യങ്ങളുമായിട്ടും ഒരു കൊമേഴ്ഷ്യൽ ഡീൽ നടത്തുന്ന ഒരേ ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയിൽ ഉണ്ടാക്കുന്ന മിക്ക പ്രൊഡക്ട്സും ഈ രാജ്യങ്ങളിലേക്കൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയെ തന്നെ ചൈനയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈന ഒരു സൈലന്റ് കില്ലറാണെന്ന്. സൈലന്റ് കില്ലറാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ബിസിനസ് ആവശ്യമായി ഒരു രാജ്യത്ത് ചെല്ലുന്നു. അപ്പോൾ ആ രാജ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക്, ആ രാജ്യത്തെ നശിപ്പിച്ച് ചൈനയ്ക്ക് വരുതിയിലാക്കുന്ന തരത്തിൽ, അതായത് വെടക്കാക്കി തനിക്കാക്കാന്ന് പറയുന്നത് മലയാളത്തിൽ. അപ്പോൾ അതേ ഒരു സ്ട്രാറ്റജിയാണ് ചൈന എന്താ പറയുക സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ ലോകത്ത് പല സ്ഥലത്തും എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ വശത്താക്കി വച്ചിട്ടുണ്ട് ചൈന. അപ്പോൾ ഇപ്പോൾ ചൈന കഴിഞ്ഞ 1.5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതെന്താണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ചൈന അമേരിക്കയുടെ ടെക്നോളജിയും സാങ്കേതിക വിദ്യയും അവിടുത്തെ ഡിഫൻസ് സിസ്റ്റമെയും നിരായുധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ സൈലൻ്റായിട്ട്. അതായത് 1.5 വർഷമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ചൈനയിലുണ്ടല്ലോ വളരെ സുപ്രധാനപ്പെട്ട, അതായത് വളരെ റെയറായ പല മൂലകങ്ങളുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് അമേരിക്കയിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ഈ മൂലകങ്ങൾ ചൈന ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും വിൽക്കുന്നുണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്. അപ്പോൾ ചൈന ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളത് ഇനി വിൽക്കാൻ പോകുന്നില്ല, ഇനി നിങ്ങൾക്ക് ആർക്കും ഈ മൂലകങ്ങൾ കിട്ടാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഇന്ത്യയുടെ പക്കൽ അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിലും ടെക്നോളജിയിലൊക്കെ ഈ മൂലകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ബലൂജികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നമുക്ക് എന്താണ് ഒരു മാതൃ രാജ്യത്തെ പോലെയാണെന്ന്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൂലകങ്ങളും ധാതുക്കളും ഒരു ഡെപ്പോസിറ്റുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ചൈന ഇപ്പോൾ പറഞ്ഞ മൂലകങ്ങൾ ഉണ്ടല്ലോ, അതായത് ചൈനയിൽ മാത്രം ഉണ്ട് എന്ന് പറഞ്ഞത് ഈ അടുത്ത കാലത്താണ് ബലൂചിസ്ഥാനിൽ ഇത്തരത്തിൽ ഈ ചൈനയിൽ കിട്ടുന്ന അതേ സംഭവങ്ങളൊക്കെ ഈ ബലൂചിസ്ഥാനിലും കിട്ടും എന്നുള്ള വാർത്ത പുറത്തു വന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഇന്ത്യ ബലൂചിസ്ഥാന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ജിയോ പൊളിറ്റിക്കലായിട്ട് കാര്യം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ എങ്ങനെ പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ എന്താ പറയുക ചൈനയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മൂലകങ്ങളുടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അവരെ കൂടുതലും ഓൾറെഡി ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായി കിട്ടുന്നില്ല സംഭവം. അതുമാത്രമല്ല ഇപ്പോൾ ചൈന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന ഈ മൂലകങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ മൂലകങ്ങൾ ഈ കോമ്പണൻസിനൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യം ചൈനീസ് കമ്പനികളോട് പറയണം. ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ചൈനീസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഈ മൂലകങ്ങൾ വാങ്ങുമ്പോൾ മുമ്പൊക്കെ വാങ്ങിയിട്ട് അങ്ങ് പോയാൽ മതി, അതെന്താണ് ചെയ്യുന്നത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ചൈനീസ് കമ്പനി വ്യക്തമായി ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ എന്തിനാണ് ഈ വാങ്ങുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണ്. അതായത് അതീവ രഹസ്യമായി ചെയ്യുന്ന പല കാര്യങ്ങളും, അത് അവർ അതീവ രഹസ്യമായി എടുക്കുന്ന പല പ്രൊഡക്ഷനും അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജി ആയിക്കോട്ടെ, ആയുധ മേഖലയായിക്കോട്ടെ, അതൊക്കെ ഉപയോഗിക്കുന്നത്. അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അത് ആ മൂലകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അത് പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലിയം എന്ന് വെച്ചാൽ റഡാറിലൊക്കെ ഉപയോഗിക്കുന്ന കോമ്പണൻസ് ആണ്. ഈ റഡാറിലൊക്കെ കറക്റ്റ് സ്പോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഗാലിയം എന്ന് പറയുന്നത്. പിന്നെ ജർമാനിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് വിഷൻ എക്യുപ്മെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും അവർക്ക് ഒരുപാട് നൈറ്റായിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത്. നമ്മൾ അബോട്ടാബാദിൽ ബില്ലാദിനെയൊക്കെ കൊന്നു തള്ളിയതൊക്കെ പുലർച്ചെയൊക്കെയാണ്. അപ്പോൾ രാത്രി കാണാൻ തക്ക രീതിയിലുള്ള പല എക്യുപ്മെൻറ്റ്സും ഡിഫൻസ്, അതായത് വാറിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിക്കാൻ വളരെ നിർണായകമായ ഒരു ഇതാണ് ഈ ജർമാനിയം എന്ന് പറയുന്നത്. പിന്നെ ആൻറ്റിമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ ബോഡിയൊക്കെ ഇല്ലേ, വലിയ പാറ്റേൺ ടാങ്കിൻ്റെ ബോഡിക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പല ഈ സ്ഫോടനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിർണായക ഒരു സംഭവമാണ് ഈ ആൻറ്റിമണി എന്ന് പറയുന്നത്. പിന്നെ നിയോഡിനിയം, സമേറിയം, ഇതൊക്കെ എന്ന് വെച്ചാൽ F-35 ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അതിനിർണായകമായ കോമ്പണൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയൊരു ഡെപ്പോസിറ്റാണ് ഈ ചൈനയിലുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടാതിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടെക്നോളജി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം US പ്രമുഖ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയുടെ ടെക്നോളജി ഗണ്യമായ രീതിയിൽ ഈ ചൈനയിൽ നിന്നുള്ള ഇത് നിലച്ചപ്പോൾ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്താ പറയുക അമേരിക്ക ഈ ബലൂചിസ്ഥാനിലും ആ ഏരിയയിലൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ബലൂചിസ്ഥാനിൽ ഇതേ മൂലകങ്ങൾ, അതായത് ചൈന ഈ മേൽപ്പറഞ്ഞ മൂലകങ്ങളുണ്ടല്ലോ, ഈ മൂലകങ്ങളുടെ വലിയൊരു ഡെപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലമാണ് എന്താ പറയേണ്ടത് ഈ ബലൂചിസ്ഥാനൊക്കെ. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ കഴിഞ്ഞ ദിവസം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നമ്മൾ പാകിസ്ഥാനെ എണ്ണ സംസ്കരണം ഇതിനുവേണ്ടി സഹായിക്കുന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി ബലൂചിസ്ഥാനിൽ ആക്സസ് കിട്ടിയിട്ട് അവിടെ എന്താ പറയുക ഈ മൂലങ്ങളൊക്കെ അടിച്ചെടുക്കാനുള്ള പ്ലാനാണ്. ആ സമയം ഇൻ കേസ് എന്താ പറയുക ചൈനയുടെ പക്കൽ നിന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്താ പറയുക ഇന്ത്യക്കെതിരെ ടാക്സ് ഇതൊക്കെ ഏർപ്പെടുത്തിയിട്ട് പാകിസ്ഥാനെ സഹായിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ ബലൂജികൾ എന്താ പറഞ്ഞു, ബലൂജ് ലിബറേഷൻ ആർമി ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇതൊക്കെ ഈ എണ്ണ
സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയുടെ ആൾക്കാർ ബലൂചിസ്ഥാനിൽ വന്നാൽ ഞങ്ങൾ അടിച്ചോടിക്കുമെന്ന രീതിയിൽ, അതായത് പണി പാലും വെള്ളത്തിൽ തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അവർ ശരിക്കും അമേരിക്ക പറഞ്ഞത് പാകിസ്ഥാനുമായിട്ട് ഡീൽ എടുക്കുന്നതാണ്. അപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാന് പകരം ബലൂചിസ്ഥാനിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണി ഞങ്ങൾ തരുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മൂലകങ്ങൾ കണ്ണുവെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ എന്താ പറയണ്ടത്, ഇപ്പം ചൈന രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ അമേരിക്കയുടെ ടെക്നോളജി തന്നെ എന്നേക്കുമായിട്ട് പ്രതിസന്ധിയിൽ അകപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അത് ഇന്ത്യക്കും റഷ്യക്കും അനുകൂലമാണ്. അപ്പോൾ അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ശരിക്കും ഭയക്കുന്നത്. പെട്ടെന്ന് എന്താ പറയുന്നത്, ഈ ഡൊണാൾഡ് ട്രംപിന് ഭ്രാന്ത് പിടിച്ചിട്ടല്ല എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനെ ചുങ്കം ഏർപ്പെടുത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അധികം എക്സ്ട്രാ താരിഫൊക്കെ ഏർപ്പെടുത്തി തങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക പെടാപ്പാട് വരുന്നത്. അതെന്ന് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സമീപകാലത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ചൈന പോലും പുറത്തുവിട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അമേരിക്ക ഒരു പ്രതിസന്ധി, ഒരു വിഷമഘട്ടത്തിലാണ്. അതായത് ഈ മൂലകങ്ങളുടെ ഷോർട്ടേജ് അവർ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. വേറൊരു രാജ്യത്തും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ പോലും അവർക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്ത്യക്ക് അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബലൂചിസ്ഥാനായിട്ടുള്ള ഇന്ത്യയായിട്ട് ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇത് വരും വർഷങ്ങളിൽ ഏകദേശം അമേരിക്കക്ക് ഇപ്പോൾ പോലും അതിൻ്റെ ഷോർട്ടേജ് വന്നതാണ്. 1.5 വർഷത്തോളം ഈ ചൈന ഇരുന്നപ്പോൾ തന്നെ അമേരിക്കയിൽ വലിയ രീതിയിൽ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 വർഷം, ഇനി ഒരു 1.5 വർഷം കൂടി അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ ഐക്കോണിക് പ്രൊഡക്റ്റായ F-35 പോലും പല മൂലങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും എന്താ പറയുക ഇനി കിട്ടില്ല. അപ്പോൾ അവരുടെ കൈവശമുള്ള സാധനം സ്റ്റോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ശരിക്കും പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക എക്സ്ട്രാ താരിഫ് ഏർപ്പെടുന്ന അമേരിക്ക അവരുടെ സുഹൃത്ത് രാജ്യങ്ങളെ പോലും ദ്രോഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെന്നുണ്ടല്ലോ അമേരിക്ക വലിയ ചരിത്രത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്തൊരു പ്രതിസന്ധി അനുഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ അതിന് ആക്കം കൂട്ടിക്കൊണ്ട് ചൈന വരും ദിവസങ്ങളിൽ അവരെ പുതിയ കളികളുമായിട്ട് പുറത്തു വരും. റഷ്യയും അതിനുകൂടെ കൂടും. അപ്പോൾ ഇന്ത്യയുടെ പക്കൽ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ലോകം കാണാൻ നിൽക്കുന്നത് ഒരു 3-ാം ലോക മഹായുദ്ധം പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചോ എന്താ പറയുക പ്രത്യക്ഷമായ യുദ്ധമല്ല, ഇത്തരത്തിൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള യുദ്ധമാണ് ഇനി 3-ാം ലോക മഹായുദ്ധവും 4-ാം മഹാലോക യുദ്ധം എന്നൊക്കെ പണ്ട് ഇനി വരാൻ പോകുന്നത്. അതായത് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമായിരിക്കില്ല, പകരം ഇത്തരം ധാതുക്കളും മൂലകങ്ങളും ഓരോ രാജ്യത്ത് എന്തുകൊണ്ടാണോ അതായത് അവരുടെ ഡെപ്പോസിറ്റ് ഉള്ളത് അത് വെച്ച് ബാർഗെയിൻ ചെയ്യുക, അത് വെച്ച് പല കളികളും കളിക്കുക. ഇപ്പോൾ ചൈന കളിച്ചുകൊണ്ടിരിക്കുന്ന കളി. അപ്പോൾ ഇന്ത്യയുടെ പക്കൽ നിന്ന് ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ചില മൂലകങ്ങളൊക്കെ എന്താ പറയുക അമേരിക്ക വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് അമേരിക്കക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല. പക്ഷേ ഇത്തരം മൂലകങ്ങൾ ലോകത്തെവിടെയും വലിയ രീതിയിൽ ഡെപ്പോസിറ്റ് ഇല്ലാത്തത് കാരണം അമേരിക്ക നല്ല രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കും. അത് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ വീഴ്ചക്ക് ആഘാതത്തിന് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്ത പുറത്തു വരും. അതായത് ഇതിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും. വാൾ സ്ട്രീറ്റ് ജേണൽ നേരത്തെ പറഞ്ഞ മാതിരി ഓൾറെഡി അമേരിക്കൻ ടെക്നോളജി സിസ്റ്റത്തെ അവർ ഇത് ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്ത പുറത്തു വരും. കൂടുതൽ വാർത്ത പുറത്തു വന്നാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ തന്നെ വലിയ വാർത്തയായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയൊരു വികാരം ഉണ്ടാകും. അതായത് ഇപ്പോൾ അമേരിക്കയല്ല, ഇപ്പോൾ ഈ 25% ടാക്സ് ഏർപ്പെടുത്തിയത് പോലും അമേരിക്കയുടെ ടാക്സ് എന്നല്ല ലോകരാജ്യങ്ങൾ പറയുന്നത്. അത് പല രാജ്യങ്ങൾക്കും അമേരിക്ക ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് ട്രംപിൻ്റെ ടാക്സാണ്, അമേരിക്കയുടെ ടാക്സ് അല്ല, അമേരിക്കയുടെ പൊതുവികാരമല്ല. അമേരിക്കയുടെ വ്യവസായികൾ പോലും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയായിട്ട് അതും കളിക്കരുത്, ഇന്ത്യയുടെ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പിടിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇന്ത്യയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്കൊരു ബിസിനസ്സോ ഒന്നും തുടങ്ങാൻ പറ്റില്ല, ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയായിട്ട് അധികം കളിക്കേണ്ട എന്നതിൽ ക്ലിയർ മെസ്സേജ് നമ്മുടെ ടെസ്ലയുടെ ഇലോൺ മസ്ക്, മൈക്രോസോഫ്റ്റിൻ്റെ ആൾക്കാർ, ഇവരൊക്കെ ടോപ്പിലിരിക്കുന്ന ആൾക്കാർ, ഗൂഗിളിൻ്റെ ആൾക്കാരൊക്കെ വലിയ രീതിയിലുള്ള ഇത് ക്ലിയർ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്താ പറയുക അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും paraജയപ്പെട്ട എന്താ പറയുക ഒരു പ്രസിഡന്റ് ആകാനാണ് സാധ്യത. അമേരിക്കയുടെ എന്താ പറയുക പുക കണ്ടിട്ട് ഡൊണാൾഡ് ട്രംപ് പോകൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സമീപകാല പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ഇത്തരം നീക്കങ്ങളൊക്കെ അമേരിക്കയും ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്ന കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.